Good morning, dear students. It's me, your maths teacher, CB Chalal. This is your maths class. Okay, how are you all? Hope all are doing very well. Okay, let's start our maths class. In the last class, we have solved the first problem in page number 73, right? Today, we are going to solve the problem number 2 in page number 73. In a circle of a radius 5 centimeters, two parallel chords of length 6 and 8 centimeters are drawn on either side of a diameter. What is the distance between them? If parallel chords of this length are drawn on the same side of a diameter, what would be the distance between them? Okay, you remember the theorem. What was the theorem? In a circle, the square of half a chord is difference of the square of radius and the perpendicular from the center to the chord. അല്ലേ? ഒരു സർക്കിളിൽ എന്താണ് കോഡിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോഡിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് റേഡിയസും പെർപെൻഡിക്കുലർസിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ? ദാറ്റ് ഈസ് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു എന്ന് ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചു. 5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. പിന്നെന്താ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് 2 കോഡ് വരച്ചു. നമുക്കതിനെ പി ക്യൂന്നോ എം എന്നോ പേര് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പി ക്യൂയും എം എന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്താൽ മതി? ആദ്യം നമ്മൾ ഈ ഒരു കോഡിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ദെൻ ഈ സെൻറ്ററിൽ നിന്നും പിന്നെ ഈ ഒരു കോഡിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ദെൻ രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇത് രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ് ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞ രണ്ട് പാരലലാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ട്രൈ ടു ഫൈൻഡ് ഔട്ട്. മാം ഡയമീറ്ററിന് എ ബി എന്ന് പേര് കൊടുത്തു. എന്ത് കൊടുത്തു? ഡയമീറ്ററിന് എ ബി എന്ന് പേര് കൊടുത്തു. സെൻറ്ററിന് ഒ എന്ന് പേര് കൊടുത്തു. ഇനി ഒരു കോഡിന് എം എൻ എന്ന് പേര് കൊടുത്തു, ഒരു കോഡിന് പി ക്യു എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഐദർ സൈഡ് ഓഫ് ദി ഡയമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് രണ്ട് സൈഡും. ഇനി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒ എ അഥവാ റേഡിയസ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഡയമീറ്റർ 10 ആയി. ഓക്കെ, അത് കൺസിഡർ ചെയ്യേണ്ട. ദെൻ എം എൻ ഒരു കോഡിൻ്റെ ലെങ്ത് എത്രയാണ്? ദാറ്റ് ഇസ് 6 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി പി ക്യു അനദർ കോഡ്, അതിൻ്റെ ലെങ്ത് എത്രയാണ്? ദാറ്റ് ഇസ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? LR കണ്ടുപിടിക്കണം. വി നോ ദാറ്റ് എം എൻ ഇസ് പാരലൽ ടു പി ക്യു. എം എന്നും പി ക്യുവും പാരലൽ ആണെന്നറിയാം. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ദെൻ find out this distance, then add it, then you can find out the difference between the distance. Okay, distance between the two chords. അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഒ എൽ കണ്ടുപിടിക്കുക. ഒ എൽ ഇസ് ഈക്വൽ ടു ഒ എൻ സ്ക്വയർ മൈനസ് എൽ എൻ സ്ക്വയർ. അതാണ് ഈ ഒ എൽ അല്ലേ? ദാറ്റ് ഇസ് ഒ എൻ എത്രയാണ്? ദാറ്റ് ഇസ് 5 സ്ക്വയർ. റേഡിയസ് ആണ് 3 സ്ക്വയർ. അത് എവിടെ നിന്ന് വന്നു? ഈ കോഡ് 6 ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണ്? 3. That is 3 square. അപ്പോൾ 5 square minus 3 square is 25. Root of 25 minus 9, that is root 14. That is 4 centimeter. Okay, അപ്പോൾ എന്ത് കിട്ടി? OL 4 ആണെന്ന് കിട്ടി നമുക്ക്. ഇനി OR കണ്ടുപിടിക്കണം. OR കണ്ടുപിടിക്കണമെങ്കിൽ let us consider the right triangle ORQ. ORQ കണ്ടുപിടിക്കുക. ORQ കൺസിഡർ ചെയ്യുക. Then OR is equal to root of OQ square minus RQ square. We know that OQ is equal to 5 square. OQ square is equal to 5 square and OR is equal to 4 square. RQ is equal to 4. Then 25 minus 16. Root of 25 minus 16 is equal to root 9. Then what is root 9? Root 9 is 3. Okay, we find the other perpendicular distance from the center to the chord PQ. So
the distance between the two chords M and PQ are 4 plus 3, that is 7 centimeter is the distance between the two chords. ഇനി ആ ക്വസ്റ്റ്യനിൽ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? If parallel chords of this length are drawn on the same side of the diameter, what would be the distance between them? ഇത് രണ്ട് സൈഡിൽ വരച്ചപ്പോഴാണ് ഇങ്ങനെ അല്ലേ. ഇനി ഇത് ഒരേ സൈഡിൽ തന്നെ വരയ്ക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കണം. അപ്പോൾ ഈ ഡയമീറ്ററിൻ്റെ സെയിം സൈഡിലാണ് വരച്ചിരിക്കുന്നത്. പി ക്യൂയും ഇവിടെ തന്നെയാണ്, എം എന്നും ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ദാറ്റ് ഇസ് LR കണ്ടുപിടിക്കണം. അതായത് പി ക്യൂയും എം എന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യം OR കണ്ടുപിടിക്കുക, ദെൻ OL കണ്ടുപിടിക്കുക, ദെൻ OR മൈനസ് OL ചെയ്താൽ ഈ ഒരു ഇത് കിട്ടുമല്ലേ. ആദ്യം ഇത്രയും കണ്ടുപിടിക്കുക, പിന്നെ ഇത്രയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ അത് എളുപ്പമല്ലേ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഇവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? OM MN തമ്മിലും MN എന്ന കോഡ് സെൻറ്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 4, റൈറ്റ്. ദെൻ PQ എന്ന് പറയുന്ന കോഡ് 6 സെൻറ്റിമീറ്റർ ഉള്ള കോഡ് അവർ തമ്മിൽ സെൻറ്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഇസ് 3. അപ്പോൾ ഈ MNും PQയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 മൈനസ് 3 അത് എത്രയാണ്? ദാറ്റ് ഈസ് 1. അത് സ്റ്റെപ്പ് ആക്കിയിട്ട് നിങ്ങൾ തന്നെ കറക്റ്റാക്കി എഴുതാം. ദാറ്റ് ഈസ് യുവർ വർക്ക്, ഹോംവർക്ക്. Okay, we are moving to the next problem. In page number 74, third question. The bottom side of a quadrilateral in this picture is the diameter of the circle. The top side of the chord is parallel to it. Calculate the area of the quadrilateral. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ബോട്ടം സൈഡ് ഓഫ് ദ കോഡിലാറ്ററൽ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മുകളിലത്തെ സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? പാരലൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ്, വൺ സൈഡ്സ് പാരലൽ ആണെങ്കിൽ ആ ഒരു കോഡിലാറ്ററലിനെ നമ്മൾ എന്ത് പറയും? ട്രപ്പീസിയം എന്ന് പറയും അല്ലേ. ദാറ്റ് ഈസ് ട്രപ്പീസിയം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം? half h into a plus b. What is h? H is the height between the parallel sides, and a and b are the parallel length of the parallel sides. So we know the length of the parallel sides, and we want to find out the height between two sides. That is the perpendicular distance from the center to this chord. റൈറ്റ്. ഈ ഒരു കോഡ് AB ആണെങ്കിൽ സെൻറ്റർ O ആണെങ്കിൽ ഓയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ABയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് ട്രപ്പീസിയത്തിൻ്റെ. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? AB ഡയമീറ്റർ 5 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മൾ ആ കോഡിന് ആ കോഡിലാറ്ററലിന് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു? ABCD എന്ന് പേര് കൊടുക്കുന്നു. സെൻറ്ററിന് O എന്ന് പേര് കൊടുക്കുന്നു. ഈ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻറ്ററിന് P എന്ന് പേര് കൊടുക്കുന്നു. സോ നമുക്ക് OP കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും, റൈറ്റ്. ഓക്കെ, എങ്ങനെയാണ് OP കണ്ടുപിടിക്കുക? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ റേഡിയസ് വരയ്ക്കുക സിയിലോട്ട്. അപ്പോൾ ഈ ടോട്ടൽ ലെങ്ത് എത്രയാണ് DC എന്ന കോഡിൻ്റെ? ദാറ്റ് ഇസ് 3 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഹാഫ് എത്രയാണ്? 1.5. ഇനി ഡയമീറ്ററിൻ്റെ ലെങ്ത് എത്രയാണ്? 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസിൻ്റെ ലെങ്ത് എന്തായി? 2.5 ആയി. ഓക്കെ, അപ്പോൾ വൺ സൈഡ് OC നമുക്ക് എന്ത് കിട്ടി? OC ഈസ് ദ 2.5 ആൻഡ് CP ഈസ് ഈക്വൽ ടു 1.5 എന്നും കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. So OP is equal to root of OC square minus CP square. OP is equal to root of OC square minus CP square. That is 2.5 square minus 1.5 square. 2.5 square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 25ൻ്റെ സ്ക്വയർ കാണുക, ദെൻ 2 ഡിജിറ്റ് മാറ്റിയിട്ട് പോയിൻ്റ് ഇടുക. ദാറ്റ് ഈസ് 6.25 എന്ന ആൻസർ വരും. ഓക്കെ, ഇനി 1.5ന് അതുപോലെ തന്നെ 2.25 എന്ന ആൻസർ വരും. 6.25 minus 2.25 is equal to 4.
ദാറ്റ് ഇസ് √4. OP ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഹൈറ്റ് എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു h ഇൻറ്റു a പ്ലസ് b. വി നോ ദാറ്റ് ഹൈറ്റ് ഈസ് at 2 ആൻഡ് a ഈസ് 5 ആൻഡ് b ഈസ് 3. സോ നമ്മൾ ആ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നു. 1/2 ഇൻറ്റു 2 1/2 ഇൻറ്റു 2 ഇൻറ്റു 5 പ്ലസ് 3. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. ദാറ്റ് ഇസ് 5 പ്ലസ് 3, ദാറ്റ് ഇസ് 8 centimeter square is the area of that quadrilateral or trapezium. Okay, understand? Okay. In a circle, two parallel chords of the length 4 and 6 centimeter are 5 centimeters apart. What is the radius of the circle? അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കിളിൻ്റെ 2 പാരലൽ കോഡ്സ്, അതായത് 2 കോഡ്സ് ഉണ്ട്. അവർ തമ്മിൽ എന്താണ്? പാരലലാണ്. ഒരു ലെങ്ത്ത് തന്നിട്ടുണ്ട്. ഒരു കോഡ് 4 ആണെങ്കിൽ ഒരു കോഡ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ 5 സെൻറ്റിമീറ്റർ അപ്പാർട്ടാണ്. ഇത് ടോട്ടൽ ലെങ്ത് ആണ് എന്ത് തന്നിരിക്കുന്നത്? 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 2 കോഡ്സ് തന്നിട്ടുണ്ട്. അവർ പാരലൽ ആണെന്നും തന്നിട്ടുണ്ട്. ദെൻ 2 കോഡ്സിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. അവരുടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഞാൻ ആ 2 കോഡ്സിനെയും പേര് കൊടുത്തു. PQ ആൻഡ് AB. AB PQ എന്ന് പേര് കൊടുത്തു. ABക്ക് 4 സെൻറ്റിമീറ്റർ ആൻഡ് PQന് 6 സെൻറ്റിമീറ്റർ. മിഡ് പോയിൻറ്റ്സ് കൊടുത്തു MN. സോ MNൻ്റെ ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് MNൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ സെൻറ്റർ O ആണ്. സോ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ OQ ഓർ OB. റേഡിയസ് എല്ലാം ഈക്വൽ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ OQ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ OB കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് MN എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത്താണ് 5 എന്ന് തന്നിട്ടുള്ളൂ. സോ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണെന്നൊന്നും നമുക്കറിയില്ല. ഓക്കെ, ചിലപ്പോൾ ഇത് ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്ററും ഇവിടെ നിന്ന് 4 സെൻറ്റിമീറ്ററും ആയിരിക്കും സെൻറ്ററിൽ നിന്നും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് 2ഉം ഇവിടെ നിന്ന് 3ഉം ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് 4ഉം ഇവിടെ നിന്ന് 1ഉം ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ റേഷ്യോ ആവാൻ സാധ്യതയുണ്ട്. സോ നമ്മളപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം എഴുതി വയ്ക്കുക. ലെങ്ത്ത്, ഒരു കോഡിൻ്റെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ, മറ്റൊരു കോഡിൻ്റെ, അപ്പോൾ അതിൻ്റെ ഹാഫ് എത്രയാണ്? ദെൻ ഹാഫ് വിൽ ബി 2. PQ എന്നാണ് മറ്റേ കോഡ് 6 സെൻറ്റിമീറ്റർ. ദെൻ ഹാഫ് വിൽ ബി 3 ആണ്. ഓക്കെ, then we know that MN, the distance between the parallel chords, is 5 centimeter എന്ന് നമുക്കറിയാം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ടോട്ടൽ MN എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത്ത് 5 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ Oയിൽ നിന്നും Nലോട്ടുള്ള ലെങ്ത്ത് ഞാൻ X ആണെന്ന് അസ്യൂം ചെയ്യണം. എന്താണ്? ON എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് X ആണെന്ന് അസ്യൂം ചെയ്യണമെങ്കിൽ OM എത്രയായിരിക്കും? ON X ആണെങ്കിൽ OM എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 5 ആണ്. സോ ON X ആണെങ്കിൽ OM വിൽ ബി 5 മൈനസ് X ആയിരിക്കും അല്ലേ? അതവിടെ ഇരിക്കട്ടെ. സോ അപ്പോൾ ONഉം OMഉം നമുക്ക് തൽക്കാലം കിട്ടി. എങ്ങനെ കിട്ടി? Xഉം 5 മൈനസ് X എന്നും കിട്ടി. ഇനി നമുക്കറിയാം OQയും OBയും ഈക്വലാണ്. OQ and OB are equal because that is radii of the same circle, right? So നമ്മൾ പഠിച്ച മുമ്പത്തെ തിയറം ഇവിടെ അപ്ലൈ ചെയ്യണം. റേഡിയസ് ഓഫ് ദ സർക്കിൾ is equal to square of the radius of the circle is equal to sum of the perpendicular square of the perpendicular distance and half of the chord, square of the half of the chord. Okay, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? OQ സ്ക്വയറിന് പകരം ON സ്ക്വയർ പ്ലസ് NQ സ്ക്വയർ. NQ എത്രയാണ്? ആദ്യം നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ കാണാം. ഓക്കെ, അപ്പോൾ OM എത്രയായിട്ട് നമ്മളെടുത്തു? 5 മൈനസ് X സ്ക്വയർ പ്ലസ് ഇവിടെ 4ൻ്റെ ഹാഫ് എത്രയാണ്? 2 സ്ക്വയർ. ഓക്കെ, അത്ര എഴുതി. ഇനി ഈ ട്രയാങ്കിളിലെ ഈ റേഡിയസ് ഈസ് ഈക്വൽ ടു എന്ത് വരും?
ബേസ് പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ്, ദാറ്റ് ഈസ് 3 സ്ക്വയർ, 6ൻ്റെ പകുതി 3 സ്ക്വയർ. ഇനി നമ്മൾ ON എന്നുള്ളതിന് ഞാൻ എക്സ് ആയിട്ട് എടുത്തു, സോ എക്സ് സ്ക്വയർ. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും കാരണം രണ്ടിൻ്റെ ആൻസറും റേഡിയസ് ആണ് വരിക, റേഡിയസിൻ്റെ സ്ക്വയർ ആണ് വരിക. ഓക്കെ, അപ്പോൾ 5 സ്ക്വയർ മൈനസ് ഈ 5 മൈനസ് എക്സ് ഹോൾ സ്ക്വയറിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തു. 5 മൈനസ് എക്സ് ഹോൾ സ്ക്വയറിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലാണ് വരിക. അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ ദാറ്റ് ഇസ് 5 സ്ക്വയർ മൈനസ് 2x മൈനസ് 2ab ദാറ്റ് ഇസ് 2 ഇൻറ്റു 5 ഇൻറ്റു എക്സ് ദാറ്റ് ഇസ് മൈനസ് 10x പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ. എ ബി സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ പറഞ്ഞാണ്. എക്സ് സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. സോ എയിൻ്റെ അവിടെ 5ഉം ബിൻ്റെ അവിടെ എക്സും ആണ്. സോ 5 സ്ക്വയർ മൈനസ് 10x പ്ലസ് എക്സ് സ്ക്വയർ. പിന്നെ ഇവിടെയുള്ള 2 സ്ക്വയർ ഇവിടെ താഴത്തോട്ട് ഇടയ്ക്ക് എഴുതി. ഇനി നെക്സ്റ്റ് സൈഡിൽ എക്സ്പാൻഡ് ചെയ്യാനൊന്നുമില്ല, ദാറ്റ് ഇസ് 3 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, അത് അങ്ങനെ എഴുതി. ഓക്കെ, ഇതുവരെ കിട്ടിയല്ലോ. ഇനി 5 സ്ക്വയർ എത്രയാണ്? ദാറ്റ് ഇസ് 25 മൈനസ് 10x എക്സ് സ്ക്വയർ. 2 സ്ക്വയർ എത്രയാണ്? ദാറ്റ് ഇസ് 4. ഇവിടെ 3 സ്ക്വയർ എത്രയാണ്? ദാറ്റ് ഇസ് 9 ആൻഡ് എക്സ് സ്ക്വയർ അങ്ങനെ എഴുതി. ഓക്കെ, ഇനി അടുത്തത് 25 പ്ലസ് 4 എത്രയാണ്? 29 എന്ന് വരും അല്ലേ. 24 പ്ലസ് 4 29, ദെൻ മൈനസ് 10x അങ്ങനെ എഴുതി, പ്ലസ് എക്സ് സ്ക്വയർ അങ്ങനെ എടുത്തത്. ഇവിടെയുള്ള 9 ഈ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി? മൈനസ് 9 ആയി. ഇവിടെയുള്ള 9 ഈക്വലിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്തായി? ദാറ്റ് വിൽ ബി മൈനസ് 9. ഇവിടെയുള്ള എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? മൈനസ് എക്സ് സ്ക്വയർ ആവും. ഇസ് ഈക്വൽ ടു ബാക്കി അവിടെ ഒന്നുമില്ല, 0. ഓക്കെ ഓക്കെ, ഇനി 29 മൈനസ് 9 നമ്പേഴ്സ് മാത്രം ഒരുമിച്ച് കൂട്ടുക. 29 മൈനസ് 9 എത്രയാണ്? ദാറ്റ് ഇസ് 20. ഇനി ഈ എക്സ് ഇതിവിടെ പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്, മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. പ്ലസ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോവും, പ്ലസും മൈനസും. അപ്പോൾ 5 പ്ലസ് 5 മൈനസ് 5 എത്ര ആൻസർ? ദാറ്റ് ഇസ് 0 അല്ലേ. അതേപോലെ തന്നെ ഇവിടെ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് ഉള്ളത് മൈനസ് 10x, അത് അങ്ങനെ എഴുതി. ഓക്കെ, ഈസ് ഈക്വൽ ടു 0. ഇനി ഈ മൈനസ് 10xന് ഞാൻ ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്താവും? പ്ലസ് 10x ദാറ്റ് ഇസ് 20 ഈസ് ഈക്വൽ ടു 10x. അപ്പോൾ 4 ഈസ് ഈക്വൽ ടു 2 മൈനസ് 3 ഈസ് ഈക്വൽ ടു അതല്ല 20 മൈനസ് 10x ഈസ് ഈക്വൽ ടു 0 എന്നെഴുതി. അപ്പോൾ 20 ഈ 10 മൈനസ് 10x ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും? പ്ലസ് 10x. അപ്പോൾ 20 ഈസ് ഈക്വൽ ടു 10x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10x ഈസ് ഈക്വൽ ടു 20 എന്ന് തന്നെയാണല്ലോ അർത്ഥം. അത് ഞാൻ ഇവിടേക്ക് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ 10x ഈസ് ഈക്വൽ ടു 20. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു ഈ 10 എക്സിനെ മാത്രം ഇവിടെ നിർത്തിയാൽ 10 ഇപ്പുറത്ത് പോയാൽ എന്താവും? ഇവിടെ എക്സിൻ്റെ കൂടെ ഇൻഡ്യൂ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈക്വലിൽ ഇപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷനായി മാറും. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 20/10 ദാറ്റ് ഇസ് 2. അപ്പോൾ എക്സ് എന്ന് നമുക്ക് എന്ത് കിട്ടി? 2. അതായത് ON എന്ന് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. അപ്പോൾ OQ ഇതെന്ന് കണ്ടുപിടിച്ചൂടെ? OQ is equal to root of ON square plus OQ square. That is 2 square plus 3 square. 4 plus 9. Root of 4 plus 9. That is root 13 centimeter is the radius of that circle. Okay. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആദ്യം നമ്മൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇതിനകത്ത് നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് MN ആണ്, അതായത് 5 ആണെന്നറിയാം. അപ്പോൾ ഒരു സെൻറ്ററിൽ നിന്നും ഒരു കോഡിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ x ആയിട്ട് എടുത്തു. ദെൻ അപ്പോൾ മറ്റേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 5 മൈനസ് എക്സ് ആയി മാറി. ദെൻ നമ്മൾ ആ രണ്ട് വെച്ചിട്ടും റേഡിയസ് കണ്ടുപിടിക്കാൻ നോക്കി. ആ ഇക്വേഷൻ ഒരുമിപ്പിച്ചു. 5 മൈനസ് എക്സ് ഹോൾ എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ എക്സിൻ്റെ ടേം എല്ലാം ഒരുമിച്ചും നമ്പേഴ്സ് എല്ലാം ഒരുമിച്ചും ചെയ്തു. 29 മൈനസ് 9 അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ദാറ്റ് ഇസ് 2 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ആ 2ൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? റേഡിയസ് കണ്ടുപിടിച്ചു. ദാറ്റ് ഇസ് root 13 is the radius of this circle. Okay, this is your class. Do your homework and send me. See you in the next class. Till then, bye.